നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 33-ാമത്തെ അധ്യായം യോഗ നിരൂപണം. നാരദൻ ചോദിച്ചു, ആരാണ് ഈ സംസാരപാശത്തെ മുറിക്കുന്നത്? എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത്? ജന്തുക്കൾ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ ഇല്ലാതാവും? കർമ്മം കൊണ്ട് ശരീരം കിട്ടുന്നു, ശരീരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. കാമത്തിൽ നിന്ന് ലോഭവും, ലോഭത്തിൽ നിന്ന് ക്രോധവും, ക്രോധത്താൽ ധർമ്മനാശവും, അതിൽ നിന്ന് മതിഭ്രമവും, മതിഭ്രമത്തിൽ നിന്ന് പാപം ചെയ്യാനുള്ള തോന്നലും ഉണ്ടാകുന്നു. ദേഹഭ്രമം വിട്ട് മോക്ഷമാർഗത്തിലേക്ക് എങ്ങനെ എത്താം? സനകൻ പറഞ്ഞു, സംസാരം വിട്ട് മോക്ഷം നേടുന്ന അങ്ങയുടെ മനസ്സ് നല്ലത് തന്നെ. യാതൊരുവന്റെ കൽപ്പന പ്രകാരമാണോ ഈ ലോകം നിലനിൽക്കുന്നത്? അദ്ദേഹം തന്നെയാണ് മോക്ഷം നൽകുന്നതും. യാതൊരുവന്റെ പ്രഭാവം കൊണ്ടാണോ കാണുന്നതെല്ലാം നിലനിൽക്കുന്നത്? ആ നാരായണനാണ് മോക്ഷം നൽകേണ്ടത്. ചലിക്കുന്നതും ചലിക്കാത്തതുമായി ലോകത്തിൽ നിന്ന് ഭിന്നനല്ലാതെ നിൽക്കുന്ന ഈ ദേവനെ സ്മരിച്ചാൽ ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കും. വികാരങ്ങളില്ലാത്ത അജനായ ശുദ്ധനും സ്വപ്രകാശത്തോട് കൂടിയവനുമായ ജ്ഞാനസ്വരൂപിയായ സദാനന്ദൻ മോക്ഷദായകനാണ്. ഇദ്ദേഹത്തിൻ്റെ അവതാരങ്ങളെ ദേവന്മാർ പൂജിക്കുന്നു. പ്രാണനെ ജയിച്ച ധ്യാനപരായണന്മാർ ഇത് സ്വന്തം ഹൃദയത്തിൽ തന്നെ കാണുന്നു. നിർഗുണനാണെങ്കിലും എല്ലാ ഗുണങ്ങളുടെയും ഉറവിടമാണ്. ആകാശമധ്യത്തിൽ പൂർണ്ണനായി ലോകാനുഗ്രഹ തൽപരനായി നിൽക്കുന്നു. എല്ലാറ്റിനും അധ്യക്ഷനാണ്. ദേഹികളുടെ മുഴുവൻ ഹൃദയത്തിൽ വസിക്കുന്നു. സംസാരത്തിലുള്ളതെല്ലാം തന്നിലേക്ക് ആവാഹിച്ച് കൽപ്പാന്തത്തിൽ സുഖമായി ഉറങ്ങുന്നു. പലതരത്തിലൂടെയുള്ള യാഗത്തിലൂടെ വേദാർത്ഥ വിത്തുകൾ ഉപാസിക്കുന്നത് ഇദ്ദേഹത്തെ തന്നെയാണ്. അവ്യങ്ങളിൽ ദേവതയും കവ്യങ്ങളിൽ പിതുക്കളുമാകുന്നത് ഈ രൂപം തന്നെയാണ്. എല്ലാ വസ്തുക്കളുടെയും ആധാരമായി ഏകനായി വർത്തിക്കുന്നു. ജരാമരണ നിർമുക്തനാണ്. ഈ പാദങ്ങളിൽ വണങ്ങുന്ന ദേഹികൾ പോലും അമരത്വം നേടുന്നു. അവ്യയവും നിർഗുണവും പരിപൂർണവും ക്ഷേമദായകവുമായ ജ്ഞാനസ്വരൂപമാണ് അത്. യോഗമാർഗത്തിലൂടെ ഇങ്ങനെയുള്ള വിഷ്ണുവിനെ ഉപാസിക്കുന്നവർക്ക് അദ്ദേഹം എന്നും മോക്ഷദായകനാണ്. നാരദൻ ചോദിച്ചു, യോഗസിദ്ധി ഉണ്ടാകാൻ ഏതുതരം പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞാലും. സനകൻ പറഞ്ഞു, ജ്ഞാനലഭ്യമാണ് ഉത്തമമായ മോക്ഷം എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. ഭക്തിയാണ് ജ്ഞാനത്തിന് ആധാരം. കർമ്മമാണ് ഭക്തി ഉണ്ടാക്കുന്നത്. ദാനം, യജ്ഞം, തീർത്ഥയാത്ര എന്നിവയെല്ലാം ഭക്തി ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ്. അക്ഷയമായ പരമമായ ധർമ്മം ഭക്തിയിൽ നിന്നും ഉണ്ടാകാം. ശ്രദ്ധ കൊണ്ട് പാപം നശിക്കും. പാപങ്ങൾ ഇല്ലാതായാൽ ബുദ്ധി നിർമ്മലമാകുന്നു. ഇങ്ങനെ നിർമ്മലമായ ബുദ്ധിയാണ് ജ്ഞാനശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോക്ഷതമായ ജ്ഞാനം യോഗികളിലാണ് കാണുന്നത്. യോഗം 2 വിധം: കർമ്മയോഗം, ജ്ഞാനയോഗം. ക്രിയായോഗമില്ലാതെ ജ്ഞാനയോഗം ഉണ്ടാവില്ല. ക്രിയായോഗത്തിന് ഹരിയെ ഭജിക്കണം. ദ്വിജൻ, ഭൂമി, അഗ്നി, സൂര്യൻ, ജലം, ധാതുക്കളെ കൊണ്ടുണ്ടാക്കിയ മൂർത്തി, ഹൃദയം, ചിത്രങ്ങൾ എല്ലാം കേശവനെ സങ്കല്പിച്ച് പൂജ കൊടുക്കാവുന്ന ഇടങ്ങളാണ്. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും പരപീഡനം ചെയ്യാതെ ഭക്തിയോടെ സർവഗതനായി വിഷ്ണുവിനെ പൂജിക്കണം. അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ബ്രഹ്മചര്യം, ഈർഷ്യയില്ലായ്മ, ദയ എന്നിവ 2 തരത്തിലുള്ള യോഗങ്ങൾക്കും പ്രധാനമാണ്. ചരാചരാത്മകമായ ലോകം വിഷ്ണു തന്നെ എന്ന് സങ്കല്പിച്ച് 2 യോഗവും അഭ്യസിക്കണം. തന്നെപ്പോലെ തന്നെ സമസ്ത ജീവജാലങ്ങളെയും കാണാൻ കഴിയുന്നവർക്ക് ചക്രധാരിയായ വിഷ്ണുവിനെ മനസ്സിലാകൂ. ക്രോധാദികളാൽ ദുഷ്ടമായ മനസ്സുകൊണ്ട് പൂജിച്ചാൽ വിഷ്ണു പ്രസാദിക്കില്ല. അസൂയയോടെ തപസ്സും പൂജയും ധ്യാനവും ചെയ്താൽ അത് തപസ്സോ പൂജയോ ധ്യാനമോ ആകില്ല. മനസാ വാച കർമ്മണ ലോകത്തിന് മുഴുവൻ നന്മ ആഗ്രഹിച്ച് ദേവേശനെ പൂജിക്കുമ്പോഴാണ് അത് ക്രിയായോഗം ആകുന്നത്. സർവാന്തര്യാമിയായ വിഷ്ണുവിനെ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നവനാണ് കർമ്മയോഗി. ഉപവാസം, പുരാണശ്രവണം, പുഷ്പാർച്ചന എന്നിവ ക്രിയായോഗങ്ങൾ. വിഷ്ണുഭക്തന്മാരുടെ ക്രിയായോഗത്തിലൂടെ പൂർവജന്മാർജിതങ്ങളായ പാപങ്ങളെല്ലാം നശിക്കുന്നു. മനസ്സ് ശുദ്ധമാകുന്നു. ഉത്തമ ജ്ഞാനം നേടുന്നു. അതിലൂടെ മോക്ഷവും നേടാം. മോക്ഷാപജയങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം. ചരാചരാത്മകമായി ലോകത്ത് നിത്യവും അനിത്യവുമായ വസ്തുക്കൾ എന്തൊക്കെയുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരുമായി ആലോചിക്കണം. അനിത്യങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം എന്ന് ഹരി മാത്രമാണ് നിത്യമെന്നും മനസ്സിലാവും. അനിത്യങ്ങളെ വിട്ട് നിത്യത്തെ മാത്രം ആശ്രയിക്കുക. ഭോഗങ്ങളിൽ നിന്ന് അപ്പോൾ മുക്തനാകും. അങ്ങനെ ആയില്ലെങ്കിൽ അയാൾ സംസാരത്തിനോട് ചേർന്ന് നിൽക്കും. അനിത്യ വസ്തുക്കളോട്
അനുരാഗമുള്ളവർക്ക് സംസാരബന്ധം വിച്ഛേദിക്കാനാവില്ല. സമാധി ഗുണങ്ങൾ ഉള്ളവർക്ക് സംസാരമോചനം നേടാനാകൂ. അതില്ലാത്തവർക്ക് ഒരിക്കലും അറിവുണ്ടാകില്ല. രാഗദ്വേഷവിഹീനനും സമാധി ഗുണസംയുക്തനും ഹരിധ്യാന നിരതനുമായിരുന്നാൽ അയാൾ മുമുക്ഷുവാണ്. വിശുദ്ധിയിലേക്കുള്ള 4 മാർഗങ്ങളാണ് ഇവ. നിത്യാനിത്യരൂപമായി വിശ്വം നിറഞ്ഞു നിൽക്കുന്നത് നാരായണനാണ് എന്നുള്ള അറിവാണ് യോഗം. യോഗമാർഗത്തിലേക്കുള്ള ഉപായങ്ങൾ പറയാം. പരമെന്നും അപരമെന്നും ആത്മാവ് 2 തരത്തിലുണ്ട്. അഥർവവേദം പറയുന്നത് രണ്ടും ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നതാണ് എന്നാണ്. അഹങ്കാരത്തോടു കൂടിയ അപരം നിർഗുണമാണെന്നാണ് പറയപ്പെടുന്നത്. രണ്ടിനും ഭേദമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യോഗമെന്ന് പറയുന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ സാക്ഷിയായി ഹൃദയത്തിൽ വർത്തിക്കുന്നതാണ് അപരം. പരമാത്മാവ് പരവും ശരീരം ക്ഷേത്രവുമാണ്. ക്ഷേത്രത്തിലിരിക്കുന്നത് ക്ഷേത്രജ്ഞനും അവ്യക്തവും പരമവും ശുദ്ധവും പരിപൂർണവുമാണ് അത്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന ബോധമുണ്ടായാൽ അപരാത്മാവ് എന്ന ബന്ധം ഇല്ലാതെ ആകുന്നു. ശുദ്ധവും നാശമില്ലാത്തതും നിത്യവും ജഗൽ സ്വരൂപവുമായ ആ ഒന്നാണ് ജനങ്ങളുടെ അറിവിൻ്റെ ഭേദം കൊണ്ട് രണ്ടായി തോന്നുന്നത്. വേദാന്തങ്ങളിൽ പ്രതിപാദിക്കുന്ന ഈ പരബ്രഹ്മമല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. അതിന് കർമ്മമോ കാര്യമോ രൂപമോ വർണ്ണമോ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നുമില്ല. എല്ലാ തേജസ്സുകളിലും ഒന്നാമതായ എല്ലാ കാരണങ്ങൾക്കും കാരണമായ അതല്ലാതെ ഒന്നും തന്നെ മുക്തിക്ക് കാരണമാകുന്നില്ല. ശബ്ദബ്രഹ്മമായ മഹാവാക്യങ്ങളിലൂടെ വിവേചിച്ചെടുത്തിട്ടുള്ളത് ഈ മോക്ഷസാധനം തന്നെയാണ്. ശരിയായ ജ്ഞാനമില്ലാത്തവർക്കാണ് പലതരത്തിലാണ് എന്ന പ്രതീതി ഉളവാകുന്നത്. മായ കൊണ്ട് പരമാത്മാവിൽ ഭേദം കാണുന്നു. മായയെ യോഗം കൊണ്ട് ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ദേഹബുദ്ധിയെ ജനിപ്പിക്കുന്നതുമായ അസത്താണെന്നോ സത്താണെന്നോ 2 തരത്തിലും വരുമെന്നോ പറയാൻ കഴിയില്ല. മായയെ ജയിച്ചാലാണ് അജ്ഞാനം ഇല്ലാതെ ആവുക. ജ്ഞാനമെന്നാൽ സനാതനമായ ബ്രഹ്മമാണ്. ജ്ഞാനികളുടെ ഹൃദയത്തിൽ എപ്പോഴും പരമാത്മാവ് പ്രകാശിച്ചു കൊണ്ടിരിക്കും. യോഗം കൊണ്ട് യോഗി അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. യോഗം അഷ്ടാംഗങ്ങളെ കൊണ്ടാണ് നേടുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് യോഗാംഗങ്ങൾ. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, അക്രോധം, അനസൂയ എന്നിവയാണ് യമം എന്ന് പറയുന്നത്. ഒരു പ്രാണികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നതാണ് യോഗസിദ്ധി ഉണ്ടാക്കുന്ന അഹിംസ. ധർമാധർമ്മ വിവേകത്തോടെ ഉള്ളത് മാത്രം പറയുന്നതാണ് സത്യം. കട്ടിട്ടോ ബലം പ്രയോഗിച്ചിട്ടോ അന്യൻ്റെ സ്വത്ത് അപഹരിക്കലാണ് സ്തേയം. ഇതിന് വിപരീതമായത് അസ്തേയം. മൈഥുനത്തെ പൂർണ്ണമായി ത്യജിക്കലാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യമില്ലെങ്കിൽ ജ്ഞാനിയും പാതകിയാകും. മറ്റെല്ലാം ഉപേക്ഷിച്ച് മൈഥുനത്തിൽ വർത്തിക്കുന്നവർ ചണ്ടാളനാണ്. എല്ലാവരും അവനെ ഉപേക്ഷിക്കും. യോഗിയായിരിക്കെ വിഷയാസക്തനായാൽ അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ ബ്രഹ്മഹത്യക്ക് സമാനമാണ്. എത്ര കഷ്ടപ്പാടുണ്ടായാലും മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കാതിരിക്കുന്നതാണ് അപരിഗ്രഹം. താൻ ഉയർന്ന നിലയിലാണെന്ന ഭാവത്തിൽ ക്രൂരമായി സംസാരിക്കുന്നതാണ് ക്രോധം. ഇതിന് വിപരീതം അക്രോധം. തന്നേക്കാൾ കൂടുതൽ സമ്പത്തുള്ളവരെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വിഷമമാണ് അസൂയ. അതില്ലാതായാൽ അനസൂയ. തപസ്, സ്വാധ്യായം, സന്തോഷം, ശൗചം, ഹരിപൂജനം, സന്ധ്യോപാസന എന്നിവയാണ് നിയമങ്ങൾ. ചാന്ദ്രായണാദി വ്രതചര്യകളെ കൊണ്ട് ശരീരത്തെ ശോഷിപ്പിക്കുന്നതാണ് നിയമം. ഓങ്കാരം, ഉപനിഷത്ത്, ദ്വാദശാക്ഷരി, അഷ്ടാക്ഷരി, മഹാവാക്യങ്ങൾ എന്നിവ ഉരുവിടുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായമില്ലാത്തവന് യോഗമുണ്ടാകില്ല. യോഗമില്ലെങ്കിലും സ്വാധ്യായത്തിലൂടെ മോക്ഷം പ്രാപിക്കുകയും ചെയ്യാം. ജപം 3 തരത്തിലാണ്: വാചികം, ഉപാംശു, മാനസം. മുമ്പ് പറഞ്ഞതിനേക്കാൾ പിന്നാലെ വരുന്നത് കൂടുതൽ നല്ലത്. അക്ഷരസ്ഫുടതയോടെ ഉറക്കെ ചൊല്ലുന്നതാണ് വാചികം. ഒരു പദത്തിൽ നിന്നും മറ്റൊരു പദം മാറി നിൽക്കുമ്പോഴാണ് ഉപാംശു. മന്ത്രാക്ഷരങ്ങൾ അർത്ഥവിചാരണയോടെ ചൊല്ലുന്നത് മാനസം. ജപം കൊണ്ട് ദേവതാപ്രസാദം ഉണ്ടാകുകയും മനോരഥങ്ങൾ സാധിക്കുകയും ചെയ്യും. യദൃച്ഛാലാഭം കൊണ്ടുണ്ടാകുന്ന തൃപ്തിയാണ് സന്തോഷം. സന്തോഷമില്ലെങ്കിൽ ഒരിക്കലും ശാന്തി ഉണ്ടാകില്ല. ആഗ്രഹങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് തീരുന്നവയല്ല. ഇതിൽ കൂടുതൽ എപ്പോഴാണ് കിട്ടുക എന്ന് വർദ്ധിക്കുകയേ ഉള്ളൂ. ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് കിട്ടിയതിൽ സന്തുഷ്ടനായാൽ ധർമ്മപരായണനായി ജീവിക്കും. ശൗചം 2 തരത്തിലാണ്: ബാഹ്യം, ആഭ്യന്തരം. മണ്ണ്, വെള്ളം എന്നിവ കൊണ്ട് പുറമേ ശുദ്ധമാക്കാം. ഭാവശുദ്ധിയാണ് അകത്തുണ്ടാകേണ്ടത്. അന്തഃശുദ്ധി ഇല്ലാത്തവൻ ചെയ്യുന്ന യാഗം ചാരത്തിൽ അർപ്പിച്ച ഹവ്യം പോലെ നിഷ്പ്രയോജനമാണ്. ഭാവശുദ്ധിയില്ലാത്തവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രയോജനമില്ലാത്തതാകും. 1000 ഭാരം മണ്ണുകൊണ്ടോ
കോടികുടം ജലം കൊണ്ടോ കഴുകിയാലും ദുഷ്ടൻ ചണ്ടാള സദൃശനായിരിക്കും. ശുദ്ധിയില്ലാതെ ദേവപൂജ ചെയ്താൽ നരകത്തിലെത്തും. അന്തഃശുദ്ധിയില്ലാതെ ബാഹ്യശുദ്ധി വരുത്തുന്നവൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന മദ്യപാത്രം പോലെയാണ്. തീർത്ഥയാത്ര കൊണ്ടും അവ സംശുദ്ധരാകില്ല. വാക്കുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുകയും മനസ്സിൽ പാപം ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ മഹാപാപിയാണ്. ശുദ്ധമായ മനസ്സോടെ ധർമ്മം ചെയ്താൽ കിട്ടുന്നത് അക്ഷയഫലം. മനസാ വാച കർമ്മണ സ്തുതി ശ്രവണ പൂജനങ്ങൾ ചെയ്യുന്നതാണ് ഹരിപൂജ. യമനിയമങ്ങളിലൂടെ ശുദ്ധമായ മനസ്സിന് മോക്ഷം കയ്യിലാണ്. ശരിയായ യോഗസാധനയാണ് ആസനം. യമനിയമങ്ങൾ കൊണ്ട് ശുദ്ധമായവർ അത് ചെയ്യണം. പത്മകം, സുസ്തികം, പീഠം, സൈംഹം, കൗക്കുടം, കൗജരം, കൗർമം, വജ്രം, വാരാഹം, മൃഗചൈലികം, ക്രൗഞ്ചം, നാളികം, സർവതോഭദ്രം, വർഷഭം, നാഗം, മാത്സ്യം, വയ്യാഘ്രം, അർദ്ധചന്ദ്രകം, ദണ്ഡവാദം, ശൈലം, സ്വഭ്രം, മൗൽഗരം, മാകരം, ത്രൈപദം, കാഷ്ടം, സ്ഥാണു, വൈകർണികം, ഭൗമം, വീരം എന്നിങ്ങനെ 30 തരത്തിലാണ് ആസനങ്ങൾ ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ആസനത്തിൽ ഗുരുഭക്തിയോടെ ധ്യാനിക്കണം. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ഏതെങ്കിലും ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് പ്രാണനെ നിയന്ത്രിക്കണം. ശരീരത്തെ നിലനിർത്തുന്ന വായുവാണ് പ്രാണൻ. അതിനെ അടക്കി നിർത്തുന്നതാണ് ആയാമം. പ്രാണായാമം 2 തരത്തിലുണ്ട്. അഗർഭം, സഗർഭം. സഗർഭമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ജപമോ ധ്യാനമോ ഇല്ലാത്തത് അഗർഭം. സഗർഭം രണ്ടുമുള്ളത്. രേചകം, പൂരകം, കുംഭകം, ശൂന്യകം എന്ന് 4 തരത്തിലാണ് പ്രാണായാമം. ജന്തുക്കളുടെ വലതുവശത്താണ് പിങ്കള എന്ന നാഡി. സൂര്യനാണ് അതിൻ്റെ ദേവത. പിതൃയോനി എന്നാണ് അറിയപ്പെടുന്നത്. ഇടതുഭാഗത്തുള്ള ഇട ദേവയോനി എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രനാണ് ദേവത. ഇതിന് 2 നടുവിലാണ് സുഷുമ്ന. ബ്രഹ്മാവ് ദേവതയായിട്ടുള്ളത് അതിസൂക്ഷ്മവും ഒളിച്ചിരിക്കുന്നതുമാണ്. ഇടതുഭാഗം കൊണ്ട് വായുവിനെ പുറത്തുവിടണം. അതായത് രേചനം ചെയ്യുന്നത് കൊണ്ട് രേചകം. തൻ്റെ ശരീരത്തിൽ നിറയുന്ന വായു പുറത്തുവിടാതെ തടഞ്ഞു നിർത്തണം. പൂർണ്ണകുംഭത്തിൻ്റെ ആകൃതിയിൽ നിൽക്കുന്നത് കൊണ്ട് കുംഭകം. പ്രത്യേകമായി ശ്വാസം എടുക്കുകയോ വിടുകയോ ചെയ്യാതിരിക്കുമ്പോഴാണ് ശൂന്യകം എന്ന് പറയുന്നത്. മതിച്ച ആനയെപ്പോലെ പ്രാണനെ പതുക്കെ മാത്രമേ ജയിക്കാനാകൂ. അല്ലെങ്കിൽ മഹാരോഗങ്ങൾ ഉണ്ടാകും. വിഷയങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ദ്രിയങ്ങളെ അവിടെ നിന്ന് വിടുവിച്ച് സമാഹരിക്കുന്നതാണ് പ്രത്യാഹാരം. ധ്യാനമില്ലെങ്കിലും ജിതേന്ദ്രിയന്മാരായ മോക്ഷം നേടാവുന്നതാണ്. ജിതേന്ദ്രിയൻ അല്ലാത്ത ആൾക്ക് ധ്യാനിക്കാൻ സാധ്യമല്ല. കാണുന്നതെല്ലാം താൻ തന്നെ എന്ന് ധരിക്കുകയും തന്നിലേക്ക് ഇന്ദ്രിയങ്ങളെ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ധാരണ. യോഗം കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച് അവയെ മനസ്സിൽ ഉറപ്പിച്ച് തന്നെ തന്നിൽ തന്നെ കണ്ട് അച്യുതനെ ധ്യാനിക്കണം. സർവവിശ്വാത്മകനും സർവലോകൈകകാരണനും വിടർന്ന താമരപ്പൂ പോലെ കണ്ണുകളുള്ളവനും സർവാലങ്കാര വിഭൂഷിതനും പീതാംബരധരനും കൗസ്തുഭമണിഞ്ഞവനും ശ്രീവത്സന്മാരിലണിഞ്ഞവനും ദേവാസുരന്മാർ നമസ്കരിക്കുന്നവനുമായ വിഷ്ണുവിനെ 12 അങ്കുലം വിസ്തൃതിയുള്ള 8 ഇതളുള്ള ഹൃദയകമലത്തിൽ ധ്യാനിക്കണം. ഇതുകൊണ്ട് പാപം നശിച്ച് മോക്ഷം കിട്ടുന്നു. മഹാവിഷ്ണുവിൻ്റെ ഏതു രൂപത്തെ ധ്യാനിച്ചാലും മോക്ഷം കിട്ടും. ധ്യാനം, ധ്യേയം, ധാതൃഭാവം എന്ന അവസ്ഥ വിടിഞ്ഞ് അചഞ്ചലമായ മനസ്സോടെ ധ്യാനിക്കണം. നിരന്തര ധ്യാനത്തിലൂടെ മാത്രമേ അഭേദം തോന്നുകയുള്ളൂ. ഉറക്കം പോലെ പരാനന്ദചിത്തനായി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് കാറ്റില്ലാത്തിടത്ത ദീപം പോലെ നിശ്ചലനായി ഇരിക്കണം. സമാധിയിലിരിക്കുന്ന യോഗി കാണുകയോ കേൾക്കുകയോ ഇല്ല. ഗന്ധം, സ്പർശം ഒന്നും അറിയില്ല. ഒന്നും സംസാരിക്കുകയുമില്ല. സച്ചിദാനന്ദ സ്വരൂപമായി എല്ലാ ഉപാധികളിൽ നിന്നും വിട്ട് നിർമ്മലമായ ആത്മാവ് അചഞ്ചലമായി ശോഭിക്കും. ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നത് ഈ അവസ്ഥയാണ്. അണുക്കളിൽ അണുവായ മഹത്തിൽ മഹത്തായ സനാതനനും മുഴുവൻ ലോകത്തിന് കാരണക്കാരനുമായ പരമതത്വത്തെ ജ്ഞാനവിത്തുക്കൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അകാരം മുതൽ ചകാരം വരെയുള്ള വർണ്ണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശബ്ദം ബ്രഹ്മത്തെയാണ് പുരാണ പുരുഷൻ എന്ന് വ്യവഹരിക്കുന്നത്. ആകാശത്തിൽ വർത്തിക്കുന്ന നിത്യമായ ആനന്ദ സ്വരൂപമാണ് അത്. യോഗികൾ അതിനെ സ്വന്തം ഹൃത്തിൽ കാണുന്നു. സംസാരത്തിൽ മുഴുകി കഴിയുന്നവർക്ക് അമൃത് ഭക്ഷിക്കുന്നത് പോലെ തോന്നുന്ന മറ്റൊരു തരം ധ്യാനമുണ്ട്. പ്രണവ സംസ്ഥിതനായ നാരായണനെ നിത്യവും ധ്യാനിക്കുക. അകാരം ബ്രഹ്മാവാണ്. ഉകാരം വിഷ്ണു. മകാരം ശിവൻ. മാത്രാസ്ഥിതന്മാരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സമുച്ചയമാണ് ഓംകാരം. വാച്യം പരബ്രഹ്മം, വാചകം പ്രണവം. വാച്യവാചക സംബന്ധം ഉപചാരം മാത്രമാണ്. ദിവസവും പ്രണവം ചൊല്ലിയാൽ പാപമുക്തി നേടാം. പ്രണവം ദിവസവും ജപിച്ചാൽ കോടി സൂര്യന്മാരുടെ തേജസ് ലഭിക്കും. സാളഗ്രാമമോ പ്രതിമയോ മനസ്സിൽ വിചാരിച്ച് പ്രണവം ചൊല്ലണം. വൈഷ്ണവജ്ഞാനം പറഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കുകയും
വായിക്കുകയും ചെയ്യുന്നവന് ഹരിയുടെ സാലോക്യമായിരിക്കും ലഭിക്കുക. ഇതോടുകൂടി 33-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.